ശാന്തമ്പാറ, ചിന്നക്കനാൽ പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ ജനവാസ മേഖലകളിൽ ഭീതി സൃഷ്ടിച്ചിരുന്ന അരിക്കൊമ്പൻ എന്ന ഒറ്റയാനെ കാട് കടത്തിയിട്ട് തിങ്കളാഴ്ച 1 വർഷം കഴിയുന്നു. തമിഴ്നാട്ടിലെ തിരുനെൽവേലി കോതയാർ വനമേഖലയിലാണ് അരിക്കൊമ്പൻ ഇപ്പോഴുള്ളത്. അരിക്കൊമ്പൻ പോയതിനു ശേഷവും ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ 4 മാസത്തിനിടയിൽ ചിന്നക്കനാൽ ആനേറങ്കൽ മേഖലയിൽ 2 പേരെയാണ് കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. 2023 ഏപ്രിൽ 29-നാണ് ചിന്നക്കനാൽ സിമന്റ് പാലത്ത് നിന്ന് മയക്കുപിടിവെച്ച് പിടികൂടിയ അരിക്കൊമ്പനെ ആദ്യം പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റിയത്. 4 ദിവസങ്ങൾക്ക് ശേഷം തമിഴ്നാട് കമ്പത്തെ ജനവാസ മേഖലകളിൽ ഇറങ്ങിയ അരിക്കൊമ്പൻ വഴിയാത്രക്കാരനെ ആക്രമിച്ചു. ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. തുടർന്ന് തമിഴ്നാട് വനം വകുപ്പ് അരിക്കൊമ്പനെ മയക്കുപിടിവെച്ച് പിടികൂടി കുങ്കിയാനകളുടെ സഹായത്തോടെ തിരുനെൽവേലി ജില്ലയിലെ കോതയാർ വനമേഖലയിലേക്ക് മാറ്റി. നിലവിൽ പിടിയാനക്കൂട്ടത്തോടൊപ്പം കോതയാർ വനത്തിലാണ് അരിക്കൊമ്പനുള്ളത്. അരിക്കൊമ്പൻ പോയതിനു ശേഷവും ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. വീടുകൾക്കും കടകൾക്കുമെതിരെയുള്ള കാട്ടാനാക്രമണങ്ങൾ കുറഞ്ഞെങ്കിലും കഴിഞ്ഞ 4 മാസത്തിനിടയിൽ ചിന്നക്കനാൽ ആനേറങ്കൽ മേഖലയിൽ മാത്രം 2 പേരെയാണ് കാട്ടാനാക്രമിച്ച് കൊലപ്പെടുത്തിയത്. പന്നിയാർ സ്വദേശിനി പരിമളം, ചിന്നക്കനാൽ സ്വദേശി വെള്ളക്കല്ലിൽ സൗന്ദരരാജൻ എന്നിവരാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അരിക്കൊമ്പനെ കാട് കടത്തിയ ശേഷം ചക്കക്കൊമ്പൻ എന്ന ഒറ്റയാൻ മേഖലയിൽ ഭീതി പരത്തുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതുകൂടാതെ മുറിവാലങ്കൊമ്പൻ എന്ന ഒറ്റയാനും പ്രദേശത്ത് നാട്ടുകാർക്ക് ഭീഷണിയാണ്. ഈ 2 ഒറ്റയാന്മാർ ഉൾപ്പെടെ 19 ആനകളാണ് ചിന്നക്കനാൽ മേഖലയിലുള്ളത്. ഇതിൽ 2 വയസ്സിലധികമുള്ള 4 കുട്ടിക്കൊമ്പന്മാരും ഉണ്ടെന്നാണ് വനം വകുപ്പ് അധികൃതർ പറയുന്നത്. അരിക്കൊമ്പനെ കാട് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകർ നൽകിയ ഹർജിയെ തുടർന്ന് 2023 മാർച്ചിലാണ് ഹൈക്കോടതി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. എന്നാൽ 1 വർഷം കഴിഞ്ഞിട്ടും വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ഈ സമിതിയെ കൂടാതെയാണ് ഏതാനും ദിവസം മുമ്പ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിന് ദീർഘകാല ഹ്രസ്വകാല പദ്ധതികൾക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സർക്കാർ പുതിയ സമിതിയെ നിയോഗിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മീഡിയ നെറ്റ്.